Dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർമോണിക് മീൻ എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം നമുക്ക് രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടാവും. എക്സ് എന്ന് പറയുന്ന വാല്യൂ, അതുപോലെ തന്നെ അതിന് നേരെയുള്ള ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ 10, 20, 25, 40, 50 എന്ന് പറയുന്നത് മാർക്സ് ആണെങ്കിൽ അത് 10 മാർക്ക് കിട്ടിയ 20 കുട്ടികൾ, അങ്ങനെ 50 മാർക്ക് കിട്ടിയ 5 കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ ഹാർമോണിക് മീൻ കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, n ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ബൈ എക്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ് ക്യാപിറ്റൽ ലെറ്റർ n. ഓക്കെ, ഈ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ. അത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. ഇനി എന്താ വേണ്ടത്, എഫ് ബൈ എക്സ് കാണാം. അതായത് എഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ആ ഓരോ ഫ്രീക്വൻസിക്ക് നേരെയുള്ള എക്സിനെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. 20/10, 30/20, 50/25, 15/40, 5/50. അങ്ങനെ നമുക്ക് ഏത് കോളം കിട്ടും, എഫ് ബൈ എക്സ് എന്ന് പറയുന്ന ഒരു കോളം കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് 2, 1.5 അങ്ങനെ അപ് ടു 0.1 വരെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എഫ് ബൈ എക്സ് എല്ലാം ടോട്ടൽ ചെയ്യുക, അതാണ് സിഗ്മ എഫ് ബൈ എക്സ്. ഓക്കെ, അപ്പോൾ ഈ എഫ് ബൈ എക്സിനെ എല്ലാം ടോട്ടൽ ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും 5.975. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ കിട്ടിയിട്ടുള്ള ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ സിഗ്മ എഫിനെ നമ്മൾ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ബൈ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, ആദ്യം നമ്മൾ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ കണ്ടു, എന്നിട്ട് നമ്മൾ ഈ ഓരോ ഫ്രീക്വൻസിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ എഫ് ബൈ എക്സ് ടോട്ടൽ ചെയ്തു. അതാണ് ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ n 120. അപ്പോൾ സിഗ്മ എഫ് ബൈ എക്സ്, ഈ എഫ് ബൈ എക്സ് എല്ലാം കൂട്ടിയതാണ് സിഗ്മ എഫ് ബൈ എക്സ്. ഓക്കെ, എഫ് ബൈ എക്സ് എല്ലാം കൂട്ടിയതാണ് സിഗ്മ എഫ് ബൈ എക്സ്. അപ്പോൾ 5.975 ഡിവൈഡഡ് ബൈ 120 ആണ് നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ എന്താണ് ഹാർമോണിക് മീൻ വരുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇല്ല അല്ലേ, ക്ലാസ് ഇൻ്റർവൽ അല്ലെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ 10 മുതൽ 20 വരെ, അല്ലെങ്കിൽ 20 മുതൽ 30, അല്ലെങ്കിൽ 50 മുതൽ 60, ഇങ്ങനെ വാല്യൂസ് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പം നമുക്ക് എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ നമ്മൾ മിഡ് പോയിന്റ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 20 + 10 ബൈ എന്താണ് എന്ന് കൊടുക്കുക. അപ്പം 30/2, that is equal to 50. അങ്ങനെ 60 + 50/2, that is equal to 55. അങ്ങനെ നമുക്ക് മിഡ് പോയിന്റ്സ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി വേണ്ടത് n ആണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസിൻ്റെ ടോട്ടലാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ 30 കിട്ടി. അപ്പോൾ നേരത്തെ ഇക്വേഷനിൽ നിന്ന് ഇതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. n ബൈ സിഗ്മ എഫ് ബൈ എക്സ് ആണ് നേരത്തെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ എക്സ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടാത്തത് കൊണ്ട്, എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മളത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. മിഡ് പോയിന്റ് ആണ് നമ്മൾ ഇവിടുത്തെ എടുത്തത്. അപ്പോൾ ഇവിടെ n ബൈ സിഗ്മ എഫ് ബൈ എം എന്ന് വരും. അതായത് നേരത്തെ ഇക്വേഷനിൽ എന്തായിരുന്നു, n ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ബൈ എക്സ്. എഫ് ബൈ എക്സ് ആയിരുന്നു നമ്മൾ ടോട്ടലായിട്ട്, എഫ് ബൈ എക്സ് കണ്ടു, അതിൻ്റെ ടോട്ടൽ എടുത്തു. ആൻഡ് നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുന്നു, ആൻഡ് അതിനുശേഷം മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ മിഡ് പോയിന്റ് ആണ് നമ്മുടെ എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ n ബൈ സിഗ്മ എഫ് ബൈ എം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ബൈ എം. അപ്പോൾ എഫ് ബൈ എം എന്ന് പറഞ്ഞാൽ 4/15, 6/25, അങ്ങനെ 3/55 വരെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ എഫ് ബൈ എം എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും 1.004 സംതിങ്.
അപ്പോൾ ഈ വാല്യൂവിനെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? സോറി, ഈ n-നെ നമ്മൾ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ദാറ്റ് ഈസ് 30 ഓൾ ഡിവൈഡഡ് ബൈ 1.004. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിലെ ഹാർമോണിക് മീൻ കാണുന്നത്.